നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി കരിദിനമായി ആചരിച്ചു. കാസർഗോഡ് നടന്ന പ്രതിഷേധം അസോസിയേഷൻ ജില്ലാ കൺവീനർ ജിജി തോമസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരളത്തിലെയും കർണാടകയിലെയും ബാർ അസോസിയേഷൻ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിയുതിർത്ത ഹിന്ദു മഹാസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാതല ശില്പശാല കാസർഗോഡ് നടന്നു. സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് കാസർഗോഡ് ജില്ലാ കൗമാരഭൃത്യം പ്രൊജക്ടിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് ആവശ്യം. KPSTA ജില്ലാ കമ്മിറ്റി DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചൌക്കി ഏരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം 4 മുതൽ 12 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തകളിലേക്ക്. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും കരിദിനമായി ആചരിക്കുകയും ചെയ്തു. കാസർഗോഡ് നടന്ന പ്രതിഷേധ പ്രകടനം അസോസിയേഷൻ ജില്ലാ കൺവീനർ ജിജി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മേഖല ഇല്ലാതാക്കുവാനുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടാണ് ഹയർ സെക്കൻഡറി മേഖലയിലെ അധ്യാപക സംഘടനകളുടെ കൂട്ടായ്മയായ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും കരിദിനമായി ആചരിക്കുകയും ചെയ്തത്. അൻവർ KT, P രതീഷ് കുമാർ, മെജോ ജോസഫ്, പ്രവീൺ കുമാർ, സദാശിവൻ, അബ്ദുൽ റഹ്മാൻ PE, വാസുദേവൻ I, KC നോജ് ടോം, അബ്ദുള്ള കുഞ്ഞി, സോണിയ ജൂലിയറ്റ്, സിനി രഘു, ജയശ്രീ AC എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ നിലവിലുള്ള പഠന നിലവാരം ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്ന ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളെ ഏകീകരിക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ SCERT സിലബസിലേക്ക് പാഠ്യപദ്ധതി നീങ്ങുമ്പോൾ ഇതുവരെയും നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്കിലുള്ള SCERT NCERT സിലബസിൽ നിന്ന് NCERTയിലേക്ക് പോകുമ്പോൾ നിലവിലുള്ള പാഠപുസ്തകങ്ങളെല്ലാം പരിഷ്കരിക്കേണ്ടതായിട്ട് വരും. ഈ സാഹചര്യത്തിൽ പൊതുപരീക്ഷകളിലെല്ലാം ദേശീയ തലത്തിൽ നടക്കുന്ന പല പൊതുപരീക്ഷകളിലും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ഒറ്റ സ്ട്രീമിലേക്ക് വരുമ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സേവന വേതന വ്യവസ്ഥകളിലെല്ലാം തന്നെ നല്ല ഒരു കുറവുണ്ടാകുമെന്നുള്ള കാര്യത്തിലും അധ്യാപകർ ആശങ്കപ്പെടുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്ന ഈ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ യാതൊരു ഗുണവും ഉണ്ടാകാത്ത രീതിയിലുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായും തള്ളിക്കളയണമെന്നുള്ളതാണ് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ എല്ലാവരുടെയും ആവശ്യം. ഫെബ്രുവരി 15 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ നടത്തുവാനും ഫെബ്രുവരി 23 ശനിയാഴ്ച തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും സെക്രട്ടേറിയറ്റ് നടയിലേക്ക് അധ്യാപകർ പങ്കെടുക്കുന്ന റാലിയും മഹാസംഗമവും വിജയിപ്പിക്കുവാനും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു. കേരളത്തിലെയും കർണാടകയിലെയും ബാർ അസോസിയേഷൻ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കാസർഗോഡ് സിറ്റി ടവർ കോൺഫറൻസ് ഹാളിൽ ഞായറാഴ്ച നടക്കുന്ന ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അഡീഷണൽ ജില്ലാ ജഡ്ജി TK നിർമ്മല ക്രിക്കറ്റ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അത് കളിക്കുന്ന മത്സരം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായ അതിലൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹവും സഹകരണവും അത് വളരെ വലുതാണ്. ആ സ്നേഹവും സഹകരണവും മനസ്സിൽ നമ്മൾ പറയും നമുക്ക് മനസ്സിൽ സ്നേഹമുണ്ട് സൗഹാർദ്ദമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ്
പ്രകടിപ്പിക്കാൻ ഒരു വേദി കൂടിയാണ് ഇത്തരം മത്സരങ്ങൾ. അത് കൂടുതൽ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. കാസർഗോഡ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് AC അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ശ്രീജ ജനാർദ്ദനൻ നായർ മുഖ്യാതിഥിയായിരുന്നു. ബാലകൃഷ്ണൻ, TK യഹ്യ, വിജയൻ നമ്പ്യാർ, T പ്രസാദ്, കരുണാകരൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം നടന്ന സമാപന യോഗത്തിൽ വിജയിച്ച ടീമുകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN. ഗാന്ധിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഗോഡ്സെയെ തൂക്കിലേറ്റുക എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിയുതിർത്ത ഹിന്ദു മഹാസഭയുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ പൈവളികെ ബായാർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനത്തോടെ ഗോഡ്സെയുടെ കോലം കത്തിച്ചു. പൈവളികയിൽ നിന്നും ബായാറിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സക്കരിയ ബായാർ, ആരിഫ് പൈവളികെ, സുദർശന ബായാർ, സിദ്ദിഖ് ആദം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ജില്ലാതല ശില്പശാല കാസർഗോട്ട് നടന്നു. സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് തൊഴിലാളികളെ അടിമകളാക്കാനുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തിക നേട്ടങ്ങളിലൂടെ മാത്രം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. എത്ര സാമ്പത്തിക നേട്ടമുള്ള കൈവരിച്ച തൊഴിലാളികളാണെങ്കിലും അവരുടെ ഈ നേട്ടങ്ങൾ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാകും. അതിനുതകുന്ന നയങ്ങളാണ് ഗവൺമെന്റ് നടപ്പിലാക്കിയത്. K ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. VV പ്രസന്നകുമാരി, V ജനാർദ്ദനൻ, K ശശിധരൻ, KM ജലാലുദ്ദീൻ, ചന്ദ്രൻ പുതിയ കണ്ടം, ലിജി ജോർജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഭാരതീയ ചികിത്സാ വകുപ്പ് കാസർഗോഡ് ജില്ലാ കൗമാരഭൃത്യം പ്രൊജക്ടിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീന മുജീബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ സലജകുമാരി PR മുഖ്യാതിഥിയായിരുന്നു. VC സുഷമ, ജാനകി, ഡോക്ടർ പൂർണിമ, ഡോക്ടർ അനുപമ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ N ശ്രീകുമാർ നമ്പൂതിരി ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ഹോമിയോപ്പതി മരുന്നൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് കഴിക്കാം, കുട്ടികൾ കഴിച്ചോളൂ വെച്ച് എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആയുർവേദത്തിലെ ഈ കുട്ടികളുടെ ചികിത്സ താഴേക്ക് നല്ലോണം പോകും. പക്ഷെ കുട്ടികളുടെ ചികിത്സ പ്രബലമായി തുടങ്ങി. നമ്മുടെ പല സ്ഥലങ്ങളിലും ഇപ്പം ആയുർവേദ കോളേജുകളിലും ഒക്കെ കുട്ടികളുടെ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PSC നിയമനങ്ങൾ ഉടൻ നടത്തുക, അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അധ്യയന വർഷം അവസാനിപ്പിക്കാറായ സമയത്ത് പോലും പൂർണ്ണമായും നിയമനങ്ങൾ നടത്താതെ മുന്നോട്ട് പോകുന്നു. മഞ്ചേശ്വരം മേഖലയിൽ, സർക്കാർ മേഖലയിലുള്ള അധ്യാപക സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കന്നഡ മീഡിയത്തിൽ പഠിപ്പിക്കേണ്ട അധ്യാപകന്മാരെ മലയാള വിഭാഗത്തിൽ നിന്ന് നിയമനം നടത്തിക്കൊണ്ട് അവർ പോലും വിദ്യാർത്ഥികളുടെ ഭാവി എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് ഒരു
വലിയ അനിശ്ചിതത്വം മുന്നോട്ട് നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ മന്ത്രിമാർ ഇത്തരം വിഷയങ്ങളിൽ നിയമപരമായ ന്യായമായ ഇടപെടൽ നടത്തുന്നതിന് പകരം ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എത്തുമെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് 13,000-ഓളം വരുന്ന സർക്കാർ സ്കൂളുകളിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപനം നടത്തിയതിനപ്പുറത്ത് ഈ സംസ്ഥാനത്ത് പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായി സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ മാറിയിരിക്കുന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. TV പ്രദീപ് കുമാർ, A ദാമോദരൻ, സുരേന്ദ്രൻ ചീമേനി, K യൂസഫ്, A രാധാകൃഷ്ണൻ, PA സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ജോഷ് മാത്യു, ജോർജ് തോമസ്, വാസുദേവൻ നമ്പൂതിരി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. ചൌക്കി എരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം 4 മുതൽ 12 വരെ വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് കാവുപട്ടേരി കാവുമഠം ഉത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 4-ാം തീയതി രാവിലെ കലവറ ഘോഷയാത്രയോടെ ഉത്സവത്തിന് തുടക്കമാകും. തുടർന്നുള്ള ഓരോ ദിവസങ്ങളിലും വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികൾ നടക്കും. 12-ാം തീയതി രാത്രി 12 മണിക്ക് ഭണ്ഡാരം തിരിച്ചെഴുന്നള്ളത്ത് ചടങ്ങോടെ ഉത്സവം സമാപിക്കും. ഇത്തവണ ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇരിയാക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണുപ്രകാശ് തന്ത്രി കാവുമഠം അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഫെബ്രുവരി 7-ാം തീയതി രാവിലെ 9:23-നും 10:35-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ വർഷം തോറും നടത്തി വരാനുള്ള കളിയാട്ട മഹോത്സവം 8 മുതൽ 12 വരെ നടത്തപ്പെടുകയാണ്. നടുക്കളിയാട്ടം 10-ാം തീയതി നടക്കാനിരിക്കെ 4 വർണ്ണശബളമായ തിരുമുൽക്കാഴ്ച സമർപ്പണവും ഉണ്ടായിരിക്കുന്നു. KP ചന്ദ്രശേഖരൻ കാരണവർ, B പത്മനാഭൻ, ചന്ദ്രൻ മജൽ, കമലാക്ഷ, ഭാസ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആവാസ വ്യവസ്ഥ തകിടം മറിയുന്നതോടെ കാട്ടിലെ ജീവികൾ നാട്ടിലെത്തുന്നത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. പുലിയിറങ്ങിയതായി പ്രചരണമുണ്ടായ മഞ്ചേശ്വരത്തെയും പരിസരങ്ങളിലെയും ജനങ്ങൾ ഭീതിയിലായിരിക്കെ അപ്രതീക്ഷിതമായി മറ്റൊരു വിരുന്നുകാരൻ എത്തി. ആ കാഴ്ചകളിലേക്ക്. പുലിയിറങ്ങിയതായി വ്യാപക പ്രചരണമുണ്ടായതിനെ തുടർന്ന് ജനങ്ങൾ പുറത്തിറങ്ങുവാൻ പോലും പേടിപ്പെടുന്ന അവസ്ഥയായിരുന്നു ഏതാനും ദിവസങ്ങളിലായി മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നത്. പലരും ചില സ്ഥലങ്ങളിൽ പുലിയെ കണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ പുലിഭീതിയിലമർന്ന നാട്ടിൽ അപ്രതീക്ഷിത ഭീതി പരത്തി മറ്റൊരു വിരുന്നുകാരനും എത്തി. ഒരു ഭീമൻ മൂർഖനാണ് തുമിനാട്ടിലെ ഒരു വീട്ടിൽ ഭീതിയുടെ കാഴ്ചയൊരുക്കിയത്. ആവാസ വ്യവസ്ഥ താളം തെറ്റുന്നതിന്റെ സൂചനയാണ് പാമ്പുകൾ ഇപ്പോൾ വീട്ടുവളപ്പിലെ സാധാരണ കാഴ്ചയാകുവാൻ കാരണം. ഉപദ്രവിച്ചാൽ മാത്രമേ തിരിച്ചുപദ്രവിക്കൂവെങ്കിലും അറിയാതെ ചവിട്ടിപ്പോവുകയോ മറ്റോ ചെയ്താൽ കടി ഉറപ്പാണ്. മരണം വരെ സംഭവിക്കുന്നതും ഇപ്പോൾ പതിവ് വാർത്തയാണ്. പാമ്പുകൾ വീട്ടുവളപ്പ് കയ്യേറുന്നത് കുട്ടികൾക്കും അപകട ഭീഷണിയാണ്. തുമിനാട്ടിലെ വീട്ടിലെത്തിയ മൂർഖനെ കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. വലിയ ഇനം മൂർഖനെ കാണാത്തവർക്ക് പാമ്പിനെ കണ്ടപ്പോൾ കൗതുകം. ചിലരുടെ മുഖത്ത് ഭീതിയും കാണാമായിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പിന്നീട് പാമ്പുപിടുത്തത്തിൽ പ്രാവീണ്യം നേടിയവരെത്തി മൂർഖനെ പിടികൂടി. ഭീതിയുടെയും കാഴ്ചയുടെയും വിസ്മയമൊരുക്കിയ മൂർഖനെ പിന്നീട് കാട്ടിലുപേക്ഷിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അനധികൃത പരസ്യ ബോർഡുകൾക്കെതിരെ നീലേശ്വരം നഗരസഭ നടപടി ശക്തമാക്കി. അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ മാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിലാണ് നടപടി. അനധികൃത പരസ്യ ബോർഡുകൾക്കെതിരെ നീലേശ്വരം നഗരസഭ നടപടി ശക്തമാക്കി. അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡുകളെല്ലാം മാറ്റി. അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ ഈ അടുത്ത നാളിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പരസ്യ ബോർഡുകളുടെ നികുതി വരുമാനം നഗരസഭയിൽ നിന്ന് എടുത്തുമാറ്റിയതോടെ അനധികൃത പരസ്യങ്ങൾ വ്യാപകമായി നഗരസഭയിൽ ഉയർന്നു വന്നിരുന്നു. ഇത്തരം ബോർഡുകൾ മാറ്റാനാണ് കോടതി ഉത്തരവിട്ടത്. അനുമതിയില്ലാതെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ പോലീസിൽ കേസ് കൊടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നു. പരസ്യ ബോർഡുകൾ നീക്കുന്നതിന് നീലേശ്വരം നഗരസഭയിലെ റവന്യൂ ഇൻസ്പെക്ടർമാരായ K മനോജ് കുമാർ, PD രാമചന്ദ്രൻ, ആരോഗ്യപ്രവർത്തകൻ രൂപേഷ് എന്നിവർ നേതൃത്വം നൽകി. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വലിയ കലംകനിപ്പുത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ആയിരങ്ങൾ കലംകനിപ്പുത്സവത്തിന്റെ ഭാഗമായി. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കലംകരിപ്പുത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു.
മൺകലങ്ങളെ കൊണ്ട് നടത്തുന്ന സവിശേഷ ഉത്സവമായ വലിയ കനങ്കലുത്സവത്തിന് ആയിരങ്ങളാണ് എത്തിച്ചേർന്നത്. സ്ത്രീ സാന്നിധ്യ പെരുമ കൊണ്ട് ശ്രദ്ധേയമായ ഉത്സവമാണ് വലിയ കലങ്കരിപ്പ് ഉത്സവം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാനമായി വടക്കൻ കേരളത്തിൽ നടക്കുന്ന വലിയ കനങ്കലിപ്പ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. പച്ചരിച്ചോറും ചുട്ടെടുത്തടയും പാകം ചെയ്ത് നിവേദിച്ച ശേഷം മൺകലങ്ങളിൽ പ്രസാദമായി നൽകുകയാണ് പതിവ്. പുത്തൻ മൺകലങ്ങളിൽ കുത്തിയെടുത്ത പച്ചരിയും ശർക്കരയും നാളികേരവും അടക്കയും വെറ്റിലയുമാണ് വിഭവങ്ങളായി നേദിക്കുന്നത്. കൂട്ടിത്തുന്നിയ കുരുത്തോലയിൽ കുഴച്ച അരിമാവും ശർക്കരയും നാളികേരവും ചേർത്ത് ചുട്ടെടുത്താണ് അടയുണ്ടാക്കുന്നത്. വലിയ കനങ്കലിപ്പുത്സവത്തിന്റെ ഭാഗമായി കരിപ്പോടി പ്രദേശത്തുകാർ 10ഓളം അടയാണ് ചുട്ടെടുത്തത്. കലങ്കരിപ്പുത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ഉണക്കലരിക്കഞ്ഞിയും മാങ്ങ അച്ചാറും മങ്ങണത്തിലാണ് വിളമ്പി നൽകിയത്. വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ഇത്തവണ കലങ്കരിപ്പുത്സവം നടന്നത്. ദീർഘദൂരം കാൽനടയായി എത്തിയവർക്ക് വിശ്രമിക്കാൻ പ്രത്യേകം സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. വെള്ളിയാഴ്ച നടന്ന കലങ്കരിപ്പുത്സവത്തിൽ 10,000-ഓളം കലങ്ങളാണ് സമർപ്പിച്ചത്. ഭണ്ഡാര വീട്ടിൽ നിന്നുള്ള ഭണ്ഡാരക്കലമാണ് ആദ്യമായി സമർപ്പിച്ചത്. തുടർന്ന് 30 പ്രാദേശിക സമിതികളിൽ നിന്നും വ്രതശുദ്ധിയോടെ എത്തിയ സ്ത്രീകൾ ഘോഷയാത്രയായി നിവേദ്യ വിഭവങ്ങളുമായി പുത്തൻ കലങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. AIYF ജില്ലാ കമ്മിറ്റിയുടെ സമരസാക്ഷ്യം നീലേശ്വരത്ത്. ഗാന്ധി ഘാതകരെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി. ഗാന്ധി ഘാതകരെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി AIYF ജില്ലാ കമ്മിറ്റി നീലേശ്വരത്ത് സംഘടിപ്പിച്ച സമരസാക്ഷ്യം ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. RSS എങ്ങനെ പറയുന്നുവോ, സംഘപരിവാരം എങ്ങനെ പറയുന്നുവോ ആ രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി, പഴയ ചാതുർവർണ്ണ സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടി RSS സംഘപരിവാർ നേതൃത്വം വളരെ ബോധപൂർവം ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട്, അധികാരത്തിൽ ഇടപെട്ടുകൊണ്ട് രാജ്യത്ത് ഗൂഢമായ അക്രമങ്ങളും കലാപ പരമ്പരകളും ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യം പിടിക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങളുമായിട്ടാണ് RSS കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പാക്കി വരുന്നത്. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സമരസാക്ഷ്യം പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ധനീഷ് ബിരിക്കുളം അധ്യക്ഷനായി. ഗാന്ധിജിയെ അവഹേളിച്ച ഹിന്ദു മഹാസഭാ നേതാവിനെതിരെ സമരസാക്ഷ്യത്തിൽ പ്രതിഷേധം. സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിത രാജ് നേതാവിന്റെ കോലത്തിൽ ചെരുപ്പുമാലയിട്ടു. അനിത രാജ്, സനോജ് കാടകം, രവീന്ദ്രൻ മണിയാട്ട്, പി ഭാർഗവി എന്നിവർ സംസാരിച്ചു. CPIയുടെ തലമുതിർന്ന നേതാവ് PA നായർ സംബന്ധിച്ചു. ഗാന്ധിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഗോഡ്സെയെ തൂക്കിലേറ്റുക എന്ന മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. ഗാന്ധിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഗോഡ്സെയെ തൂക്കിലേറ്റുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFIയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റിയത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജില്ലാ പ്രസിഡന്റ് PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഒത്തുകൂടുകയാണ്. ഹിന്ദു മഹാസഭയുടെ നേതാക്കളെല്ലാം ഒത്തുചേർന്ന് അവിടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ പ്രതീകാത്മകമായി സൃഷ്ടിച്ചെടുത്ത് രാഷ്ട്രപിതാവിന്റെ പ്രതിമയിലേക്ക്, ഗാന്ധിജിയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വെടിവെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ഈ രാജ്യത്തെ തന്നെയും വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇന്നലെ നമ്മുടെ രാജ്യത്തൊരു സംഭവം അരങ്ങേറുകയുണ്ടായി. വിപിൻ കാറ്റാടി അധ്യക്ഷനായി. N പ്രിയേഷ്, ഡോക്ടർ സിദ്ധാർത്ഥ് രവീന്ദ്രൻ, V ഗിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഉപഭോക്തൃ ബോധവൽക്കരണവുമായി നീലേശ്വരത്ത് ഏകദിന സെമിനാർ നടത്തി. ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണം. ഉപഭോക്താവിന്റെ കടമകളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. സംസ്ഥാന ഭക്ഷ്യവിതരണ ഉപഭോക്തൃ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നീലേശ്വരം നഗരസഭ അനക്സ് ഹാളിൽ ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സപ്ലൈ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാർ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സപ്ലൈ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് റേഷൻ ഉപഭോക്താക്കളും അതുപോലെ തന്നെ സമൂഹത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് വഴി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകളും തമ്മിൽ ഒരു സെമിനാറിലൂടെ മുഖാമുഖം നടത്തുക എന്നതാണ് ഈ ചടങ്ങിന്റെ പ്രത്യേകത. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V ഗൗരി അധ്യക്ഷയായി. നഗരസഭയിലെ ജനപ്രതിനിധികളായ AK കുഞ്ഞികൃഷ്ണൻ, P രാധ, T കുഞ്ഞിക്കണ്ണൻ, PM സന്ധ്യ, എറുവാട്ട് മോഹനൻ, P ഭാർഗവി, PV രാധാകൃഷ്ണൻ, ജില്ലാ സപ്ലൈ ഓഫീസർ റഷീദ് മുത്തുകണ്ടി, CDS ചെയർപേഴ്സൺ TV രേണുക, T തമ്പാൻ, K ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഉപഭോക്താവിന്റെ കടമകളും അവകാശങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് AK പ്രിയ ക്ലാസ് എടുത്തു.
ഹോസ്ദുർഗ് താലൂക്ക് സപ്ലൈ ഓഫീസർ KN ബിന്ദു സ്വാഗതവും അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന M രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തി കരിദിനമായി ആചരിച്ചു. കാസർഗോഡ് നടന്ന പ്രതിഷേധം അസോസിയേഷൻ ജില്ലാ കൺവീനർ ജിജി തോമസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അന്തർ സംസ്ഥാന ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരളത്തിലെയും കർണാടകയിലെയും ബാർ അസോസിയേഷൻ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഗാന്ധിയുടെ ചിത്രത്തിലേക്ക് വെടിയുതിർത്ത ഹിന്ദു മഹാസഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാതല ശില്പശാല കാസർഗോഡ് നടന്നു. സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് കാസർഗോഡ് ജില്ലാ കൗമാരഭൃത്യം പ്രൊജക്ടിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബി ഫാത്തിമ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. അധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്ന് ആവശ്യം. KPSTA ജില്ലാ കമ്മിറ്റി DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചൌക്കി ഏരിയാക്കോട്ട ശ്രീ ഭഗവതി ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം 4 മുതൽ 12 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.